തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചുവെന്ന ആരോപണം. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത്. ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഇപ്പോൾ കുടുംബം രംഗത്ത് വരുന്നുണ്ട്. 5 മണിക്കൂറിലേറെ ചികിത്സ കിട്ടിയില്ല എന്നാണ് പരാതി. ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്. ആൻജിയോഗ്രാം ചോദിച്ചോ മിഷൻ കംപ്ലൈന്റ്. ആ പേഷ്യന്റ് പറഞ്ഞ മറുപടി ഹോസ്പിറ്റലിന്റെ പേര് ഇന്ന് മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതാണ് നമ്മളെ മിഷൻ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ അറിയിക്കണം ആവശ്യം. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഒരു ജീവനാണ് നഷ്ടമായത്. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല എന്ന മറുപടി ലഭിച്ചുവെന്ന് ബന്ധുക്കളായിരിക്കണം ഒരുപക്ഷെ പറയുന്നത്. നമുക്ക് കേൾക്കാം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ? തിരുവനന്തപുരം അരുവിക്കര സ്വദേശിയാണ് മരിച്ചത്. അഖിൽ മോഹനാണ് മരിച്ചത്. അദ്ദേഹം ജോലിസ്ഥലത്തുണ്ടായിരുന്ന സമയത്ത് കുഴഞ്ഞു വീഴുന്നു. അങ്ങനെ ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. അവിടെ ICUവും ഈ പറഞ്ഞ കട്ടിലും ഒഴിവില്ല എന്ന് പറഞ്ഞവർ തിരിച്ചയക്കുകയായിരുന്നു. പിന്നീടാണ് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് വരെ എത്തുന്നത്. അവിടെ ആൻജിയോ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, യന്ത്രം തകരാറിലാണെന്ന് പറഞ്ഞ് ചികിത്സ വൈകിപ്പിച്ചു എന്നാണ് കുടുംബം നിലവിൽ പരാതിപ്പെടുന്നത്. വലിയ പ്രതിഷേധം കുടുംബം ആശുപത്രിയിൽ ഉണ്ടാക്കിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് നിലവിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണവും ലഭിച്ചിട്ടില്ല. അവർ പറയുന്നത് കൊണ്ടു ചെന്നതിന് ശേഷം രോഗിയെ അഡ്രസ്സ് ചെയ്യാൻ ഈ പറഞ്ഞ ജീവനക്കാർ താമസിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. മരണകാരണം ചികിത്സാ പിഴവാണെന്ന് ഉറച്ച് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമായിരിക്കും. ശരി, പോസ്റ്റ്മോർട്ടം നടപടികൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്ന ശേഷമായിരിക്കും എന്താണ് മരണകാരണം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ആശുപത്രിക്കെതിരെ മരിച്ച വ്യക്തിയുടെ അഖിൽ മോഹന്റെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്.